ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ആടുജീവിതം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. 2018 മുതൽ 2022 വരെ കേരളം മുതൽ ജോർദാൻ വരെ പല ലൊക്കേഷനുകളിലായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ചിത്രീകരിച്ച ബ്ലസ്സിയുടെ പൃഥ്വിരാജ് നായകനെത്തിയ ആടുജീവിതത്തിന്റെ ഈദ് ദിന കേരള ട്രാക്കിംഗ് കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്ന് കളക്ഷൻ വർധന മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ബുധനാഴ്ച സിനിമയ്ക്ക് മറ്റൊരു ഞായറാഴ്ചയാണ് കേരള ബോക്സ് ഓഫീസിൽ എന്ന് നിസ്സംശയം പറയാം. ഇന്നലെ ഇതേ സമയം 98 ലക്ഷത്തിന് മുകളിലായിരുന്നു ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 2,05,00,000 അപ്പോൾ ഇന്നലെ ചൊവ്വാഴ്ച ദിവസം കേരളത്തിൽ നേരിടുത്ത 2 കോടിക്ക് മുകളിലാണ് ഇന്നത്തെ കേരള ട്രാക്കിംഗ് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്ന് 14-ാം ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ മാത്രം 4 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 14 ദിവസങ്ങൾ കൊണ്ട് ആടുജീവിതത്തിന്റെ കേരള ഗ്രോസ് മാത്രം 56-57 കോടി റേഞ്ചിൽ കളക്ഷൻ വരുന്നതാണ്. വളരെ മികച്ച കളക്ഷൻ കേരളത്തിൽ നേരിടുത്ത സിനിമ അടുത്ത ദിവസങ്ങളിൽ 60 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷനും കിടക്കാനായിട്ടൊരുങ്ങുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 7 കോടി 20 ലക്ഷം കളക്ഷൻ നേരിടുത്ത സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രമായിട്ട് 20 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേരിടുക്കുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കേരളത്തിന് പുറത്ത് ഈദ് തരംഗം ഗൾഫ് നാടുകളിലും സിനിമയ്ക്ക് നേരിടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മികച്ചൊരു ബുക്കിംഗ് ഗൾഫ് മേഖലകളിലെ സിനിമയ്ക്ക് നേരിടുക്കാൻ കഴിഞ്ഞുവെന്ന് അവിടുത്തെ ബുക്കിംഗ് സ്റ്റാറ്റസിൽ നിന്ന് വ്യക്തമാകുന്നു. ആകെ മൊത്തത്തിൽ ഇന്നത്തോടെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 125 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന വിഷു ഈദ് സിനിമകൾ ആടുജീവിതം എന്ന സിനിമയ്ക്ക് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തിയില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇനിയും ഒരുപാട് മുന്നിലേക്ക് ദി ഗോട്ട് ലൈഫ് മുന്നേറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാത്തിരിക്കൂ പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.